ഗായ്സ്, അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മീൻ കപ്പപ്പുഴുക്കാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ എൻ്റെ തോട്ടത്തിൽ വിളവെടുത്ത കപ്പയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കപ്പ നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കാം. കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ഇതാക്കിയിട്ടാണ് ഞാൻ ഈ കപ്പ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നത്. നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇതൊന്ന് 3 വിസിൽ വന്നോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മീൻ മസാല ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് എണ്ണയുണ്ട് ചേർത്ത് കൊടുക്കുന്നത്. പാത്രം ചൂടായി വന്നോട്ടെ. ഞാൻ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. കുറച്ച് ചെറുള്ളി ഉണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ. നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് പുളിവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പാണ് ഇട്ടത്. പിന്നെ നമ്മളെ കറിവേപ്പില, പിന്നെ നമ്മൾ തക്കാളി കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം. ഇനി പുളിവെള്ളം ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നോട്ടെ. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചതാണ്.
ഞാൻ ഇവിടെ അയല മീനാണ് എടുത്തിട്ടുള്ളത്. ഏത് മീനും എടുക്കട്ടോ. കുറച്ചും കൂടി ടേസ്റ്റ് മത്തിയാവും. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചെടുക്കാം. അപ്പം നമ്മൾ മീൻ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളെ മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീനൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഒരു വേറെ പാത്രത്തിലേക്ക് ആക്കാം. ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വെച്ചെടുക്കട്ടോ. അപ്പോഴത്തെ നമ്മളെ കപ്പ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മീനൊന്ന് ഞാൻ മാറ്റി വേറെ പാത്രത്തിലാക്കുന്നുണ്ട്. ഈ മീനും കൂടി അതിൽ കുഴച്ചാൽ മുള്ളുണ്ടാവും കേട്ടോ. അതാണ് ഞാൻ മീൻ മാറ്റുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കപ്പ നമുക്ക് ഇതിലൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ഉടച്ച് ഇളക്കി കൊടുക്കാം. നമ്മളെ കപ്പ മീൻ പൊരിക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ മീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കപ്പ മീൻ പൊരിക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.